ഒരിക്കലൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രുചിയുള്ള ഭക്ഷണങ്ങൾ അദ്ദേഹം വളരെ ആസ്വദിച്ചു കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഉപ്പ് ചേർത്തുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുകയും ഒപ്പം ദേഷ്യപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ അവർ തമ്മിൽ എപ്പോഴും വഴക്കിടാൻ തുടങ്ങി. രാജാവ് എപ്പോഴും രാജ്ഞിയെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ രാജ്ഞി ഒരു ഐഡിയ ചെയ്തു. എല്ലാ ഭക്ഷണത്തിലും ഉപ്പും പഞ്ചസാരയും ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം അവർ പാസ്ത തയ്യാറാക്കുമ്പോൾ ഉപ്പും പഞ്ചസാരയും ഒരേ അളവിൽ ചേർത്തു. ആ പാസ്തയുടെ മാവിന് ഒരു പ്രത്യേക രുചി തോന്നിയവർക്ക് അവർ വളരെയധികം ആസ്വദിച്ച് പാസ്തയുടെ മാവ് തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ഇന്നെങ്കിലും എങ്ങനെയെങ്കിലും രാജാവിനെ സന്തോഷിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ വളരെ രുചിയുള്ള പാസ്ത അവർ രാജാവിന് കൊടുത്തു. രാജാവ് പാസ്ത കഴിച്ചതിന് ശേഷം പറഞ്ഞു, എന്ത് രസമുള്ള ഭക്ഷണമാണ്. അന്ന് അവർ ഉണ്ടാക്കിയ ഭക്ഷണത്തിലെല്ലാം ഒരേ രീതിയിൽ പഞ്ചസാരയും ഉപ്പും ചേർത്തിരുന്നു. രാജാവിന് ആ രുചി വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് എല്ലാ ദിവസവും രാജ്ഞി ഉണ്ടാക്കുന്ന ഭക്ഷണം രാജാവ് വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിച്ചു. അദ്ദേഹം രാജ്ഞിയെ പ്രശംസിക്കാനും മറന്നിരുന്നില്ല. ഭക്ഷണത്തിൻ്റെ പേരിൽ രാജാവും രാജ്ഞിയും തമ്മിൽ നല്ല രീതിയിലാവാൻ തുടങ്ങി. അദ്ദേഹം ഒരുപാട് ഭക്ഷണം കഴിക്കാനും തുടങ്ങി. അദ്ദേഹത്തിന് രാജ്ഞിയോട് ഇതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ടാവാൻ തുടങ്ങി. എന്നാൽ കൊട്ടാരത്തിലെ മറ്റുള്ളവർക്കൊന്നും ആ രുചി അത്ര ഇഷ്ടമായില്ല കേട്ടോ. രാജ്ഞി എല്ലാ ഭക്ഷണ വിഭവങ്ങളിലും ഉപ്പും പഞ്ചസാരയും ഒരേ അളവിൽ ചേർത്ത് തുടങ്ങി. രാജ്ഞിക്കും ആ ടേസ്റ്റ് അത്ര ഇഷ്ടമായിരുന്നില്ല. എന്നിരുന്നാൽ കൂടി രാജാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ അങ്ങനെ തന്നെ പാചകം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് പായസം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. പായസത്തിൽ രാജ്ഞി ഇതുപോലെ ഒരേ രീതിയിൽ പഞ്ചസാരയും ഉപ്പും ചേർത്തുണ്ടാക്കാമെന്ന് കരുതി ഒരുപോലെ പഞ്ചസാരയും ഉപ്പും ഒരേ അളവിലെടുത്ത് പായസമുണ്ടാക്കി. നേരെ ഇത് കഴിച്ച രാജാവ് മുഖത്തെ ഭാവം കൊണ്ട് തന്നെ രാജ്ഞിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന്. അദ്ദേഹം അത് കഴിച്ച് അലറാൻ തുടങ്ങി. അദ്ദേഹത്തിന് ദേഷ്യം വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതെങ്ങനെയാണ് കഴിക്കുക എന്ന് കൂടി നീ പറഞ്ഞു തരണം. ഞാനിതെങ്ങനെയാണ് കഴിക്കുക? ആരെങ്കിലും പായസത്തിൽ ഉപ്പ് ചേർക്കുമോ? നീ ഇതിൽ എന്താണ് ചേർത്തിരിക്കുന്നത്? എന്നെ കൊല്ലാനുള്ള വിഷമാണോ? ഇത്രയും രുചിയില്ലാത്ത ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇങ്ങനെയാണോ പായസം ഉണ്ടാക്കേണ്ടത്? അതും പറഞ്ഞ് രാജാവും രാജ്ഞിയും തമ്മിൽ വീണ്ടും വഴക്കിടാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്നും ഉണ്ടാക്കി തരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പായസവും ഉണ്ടാക്കിയത്. ഇങ്ങനെ ആരെങ്കിലും പായസം ഉണ്ടാക്കുമോ? നിനക്ക് ഇത്രയും ബുദ്ധിയില്ലേ? നീ ഒരു വിവരമില്ലാത്തവളാണ്. നീ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അങ്ങനെയെല്ലാം പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കര വഴക്കായി. കൊട്ടാരത്തിലെ മറ്റുള്ളവരെല്ലാം പകച്ചു നിന്നുപോയി. രാജ്ഞിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിപ്പോയി. രാജാവ് അത്രയും ക്ഷുഭിതനായിട്ടായിരുന്നു രാജ്ഞിയോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തു ചെയ്യണമെന്നറിയാത്ത രാജാവിന് പെട്ടെന്ന് നെഞ്ചിലൊരു വേദന. അദ്ദേഹത്തിൻ്റെ വയറിലും നെഞ്ചിലും വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹം തൻ്റെ വയറിൽ പിടിച്ചുകൊണ്ട് വളരെയധികം വേദന അനുഭവിക്കുന്നത് പോലെ കാണിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹം ഓടി കൊട്ടാരത്തിലെ ടോയ്ലറ്റിലേക്ക് ഓടി. അദ്ദേഹത്തിന് അത്രയും കലശലായ വയറുവേദന അനുഭവപ്പെട്ടുകൊണ്ട് അദ്ദേഹം ടോയ്ലറ്റിലേക്ക് ഓടുകയായിരുന്നു. പാവം രാജാവിനെ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ടോയ്ലറ്റിൽ പോയി ഡോറടച്ചിരുന്നു. പിന്നീട് പുറത്തു വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി. ഞാനാണ് എപ്പോഴും നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. നീ ചെയ്ത ഭക്ഷണത്തെ ഞാൻ കുറ്റം പറഞ്ഞു. ഇനി മുതൽ നിൻ്റെ ഭക്ഷണത്തിനെ ഒന്നും ഞാൻ കുറ്റം പറയില്ല. നീ നിനക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കൂ. ഞാനത് ആസ്വദിച്ച് കഴിക്കാം. നമുക്ക് ജീവിക്കാൻ നമ്മുടെ സ്നേഹം മാത്രം മതി. പരസ്പരം തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അവർ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ അവർ ഒരുപാട് വർഷക്കാലം സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കാനായി തുടങ്ങി. രാജ്ഞിയുടെ ഭക്ഷണം കഴിച്ച രാജാവ് ദീർഘകാലം അവർ ഒരുമിച്ച് ജീവിച്ച്